സോ സീറോ ഫോർമാലിറ്റി പോഡ്കാസ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് കോളേജ് പോഡ്കാസ്റ്റ് ഫോർ സിംപ്ലിഫൈങ് സയൻസ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഞാൻ ഒന്നും പറയേണ്ടില്ല, മൈത്രേയൻ സാറ്. സീറോ ഫോർമാലിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് സയന്റിഫിക് ആയിട്ട് എന്താ പറയുക, ആളുകളെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷനെയൊക്കെ ഒന്നുകൂടി ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാറ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് സാറെ തന്നെ, സാർ സീറോ ഫോർമാലിറ്റി, എനിക്ക് സാറോട് ഫസ്റ്റ് സീറോ ഫോർമാലിറ്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ കോളേജ് സെറ്റപ്പ്, ഈ പിള്ളേര് പഠിക്കുന്നത് ശരിക്കും അവർ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് സാറോട് ചോദിക്കാനുള്ളത്. നമുക്ക് ഇന്ത്യയിലുണ്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 150 വർഷം മുമ്പ് തൊട്ട് ആരംഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ 100 വർഷമായി. അത് ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കിയാലേ, അതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാലേ എന്താണ് സംഭവിച്ചതെന്ന് അറിയുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ചെയ്യിക്കാനാണ് അവർ ഇത് ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടിയിരുന്നതെന്ന് പറയുന്നത് ഗുമസ്തന്മാരെ വേണം, കുറേ ഉദ്യോഗസ്ഥരെ വേണം, അധ്യാപകരെ വേണം, ഫാക്ടറിയിൽ തൊഴിലാളികളെ വേണം. ഇത്രയും ആവശ്യം അവർക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു ഓൾറെഡി ഉള്ള ഒരു ഫാക്ടറി സിസ്റ്റവും പിന്നെ ഒരു ഭരണ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള ആളും, പിന്നെ ബ്രിട്ടനിലുള്ള മുഴുവൻ പേരും കൂടെ ഇന്ത്യ വന്നാലും ഇന്ത്യക്കാരെ ഭരിക്കാനൊക്കത്തില്ല, അത്രത്തോളം വലുതാണ്. അപ്പോൾ ആ വിഭാഗത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ഈ നമ്മൾ ഇന്ന് പറയുന്ന പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ നമ്മളത് മനസ്സിലാക്കിയാലേ ഇത് ഈ നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്ന ഇടം മനസ്സിലാവുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനോടൊപ്പം ചേർന്ന് ഭരിക്കാൻ കുറച്ച് ആൾക്കാരെ ചേരുക എന്ന് പറയുന്നതാണ് പിന്നെ എല്ലാവരും ചെയ്തത്. അപ്പോൾ വിഭാഗങ്ങളാണ് എപ്പോഴും. ഒരു സമൂഹം എന്ന് പറയുന്നത് ഏതെങ്കിലും മോണോലിത്തിക്കായിട്ട് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അന്നാണെങ്കിൽ 500 രാജ്യമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് 500 അത്രയും നാട്ടുരാജാക്കന്മാരുള്ളതാണ്. അതിനകത്ത് ഒരു 3 മേഖല മാത്രമേ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നുള്ളൂ. അവർ നേരിട്ട് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്, കൽക്കട്ട, ബോംബെ, ഈ 3 എണ്ണവും. പിന്നെ അവസാനമാണ് അവർ ഡൽഹിയിലെത്തുന്നത്. ഈ ആ 3 എണ്ണത്തിനകത്ത് നിന്നുകൊണ്ടായിരുന്നു ആദ്യത്തെ ഭരണം മുഴുവനും. അപ്പം അന്ന് ബ്രിട്ടീഷ് എംപയർ നമ്മൾ പറയുന്ന രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണം ഇപ്പം ഇല്ല, ആ സമയത്തില്ല. ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ നമ്മളറിയണം. അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അതിനെതിരെ ഒരു ആദ്യത്തെ നമ്മൾ സ്വാതന്ത്ര്യ സമരം 1 എന്ന് നമ്മൾ പറയുന്നത്, അവർ ബ്രിട്ടീഷുകാർ ശിപായി മ്യൂട്ടണി എന്ന് വിളിച്ചിരുന്ന 1855 ഉണ്ടായ ആ സംഭവമാണ്. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടൻ നേരിട്ട് ഭരിക്കുന്നത്. ആ സമയത്താണ് ഈ ഭരണത്തിന് ഒരു ഓർഗനൈസേഷൻ വേണം. അത് ഈ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് വിദ്യാഭ്യാസം. നമ്മൾ പറയുന്ന വിദ്യാഭ്യാസം അതാണ് പറ്റിയിട്ടുള്ളത്. ഇത് മനസ്സിലാകാതിരുന്ന ഒരിക്കലും ഇത് മനസ്സിലാകത്തില്ല നമ്മൾ എന്താണ് ഈ സംഭവം. അപ്പോൾ എല്ലാവർക്കും അറിയാം 7ാം ക്ലാസ് പാസ്സായ ഗുമസ്തരാകാം. അപ്പോൾ 7ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ അധ്യാപകരൊക്കെ ആകാം. 10ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യം. അത് കഴിഞ്ഞാൽ BA, എല്ലാവരും പേരിൻ്റെ പുറകിൽ BA BS എന്ന് എഴുതുമായിരുന്നു. BA LLB എന്നൊക്കെ എഴുതുന്ന മുഴുവൻ അങ്ങനെയാണ് ആ ഡിഗ്രി. അത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെ വലിയ മേഖലയിലോട്ട് പോകാം. മറ്റേതാണെങ്കിൽ ഗുപ്തന്മാരെന്ന് പറയുന്നതിൻ്റെ മേഖലയിലായിരുന്നു. അപ്പോൾ അധ്യാപകരാകുക, എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനങ്ങളിനകത്ത് പോവുക എന്നുള്ളത്. അന്ന് ഏറ്റവും ഉയർന്ന എന്ന് പറഞ്ഞാൽ ഉയർന്നതെന്ന് പറയുമ്പോൾ ഹെയറാർക്കിക്കലായിട്ട് മുകളിലോട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്താണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ മേൽ ഘടകങ്ങളിലുള്ളതിൻ്റെ പരീക്ഷ മുഴുവനും എഴുതേണ്ടത് ഇംഗ്ലണ്ടിലായിരുന്നു. IAS IPS ഇംഗ്ലണ്ടിൽ എഴുതണം, അല്ലാതെ ഇവിടെ എഴുതിയാൻ പറ്റത്തില്ല. അവിടെ എഴുതിയിട്ടാണ് ഇന്ത്യയിലോട്ട് വന്ന് ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരാണ് വരുന്നത്. അവിടെ പോയി പഠിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ്
ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്നത് ഇംഗ്ലണ്ട് ഇവർ ഭരിക്കുന്ന പോലെ അല്ല അവിടെ ഭരിക്കുന്നത് മനസ്സിലായി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ എല്ലാ കോളേജും സ്കൂളിനകത്തും ഉണ്ടായിട്ടുള്ള, അപ്പോൾ ഈ ഓരോ വിഭാഗവും മനസ്സിലാക്കി നമ്മൾ ഇവരുടെ കൂടെ ചേർന്നാൽ ഭരിക്കാൻ പറ്റുമെന്ന്, ഇവിടുത്തെ നില ഉയരാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ജാതി മത സംഘടനകളാണ് ഈ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ ഒഴിച്ച് ബാക്കി മുഴുവനും ആരംഭിച്ചത്. ഇതാണ് സംഭവിച്ചത്. ഭരണപരമായിട്ടുള്ളതിനകത്ത് കടന്നുകൂടാനായിട്ടുള്ള ഒരു വിടവെന്നുള്ള നിലവാരത്തിലാണ് എല്ലാ വിഭാഗവും. അവർ അന്ന് അത് തെറ്റോ ശരിയോ ഒന്നും നമുക്കങ്ങനെ പറയാനൊക്കത്തില്ല. പക്ഷെ മനുഷ്യർ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അവർ ഏതിനകത്താണോ നിന്നിരുന്നത് അതിൻ്റെ സ്കൂളും കോളേജും ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അപകടമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്ക് ഒരു അസ്തിത്വം, നമ്മൾ ആരാണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലൊരു സാധനം വരും. അതുകൊണ്ട് അവർ പറഞ്ഞ് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ സ്കൂളിലും കോളേജിനകത്തും രാഷ്ട്രീയം പാടില്ല എന്ന് പറയും. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് തമ്മിലടിക്കുന്നതിനുള്ള സ്ഥലം. ഇങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ജനാധിപത്യത്തിനകത്തെ പൗരബോധം എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. സിവിൽ റൈറ്റ്സിനെ പറ്റി നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന ജനതയുണ്ടാക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വന്നിരുന്ന ഈ രാഷ്ട്രീയമായിട്ട് ആളുകളെ ഇടപെട്ട് നാട്ടിനകത്ത് ബ്രിട്ടീഷുകാരുടെ തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തത്. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം ഇതാണെന്നാണ് നമ്മൾ പഠിച്ചത്. പരീക്ഷകളുള്ള എങ്ങനെയുണ്ടായത്? 100 പേരുള്ളതിനകത്ത് അവർക്ക് ആവശ്യമുള്ള 10 പേരെ എടുക്കാനാണ് പരീക്ഷ. സെയിം ഫോളോ ചെയ്തപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല സംഭവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കുട്ടികൾ മതി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ ഒരുക്കുന്ന ഇടം മാത്രം, അല്ലാതെ പഠിക്കാൻ പോകുന്ന കുട്ടിയിൽ സെൻട്രലൈസ്ഡ് അല്ല. കുട്ടികൾക്കല്ല പ്രാധാന്യം, സിസ്റ്റത്തിനാണ് പ്രാധാന്യം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഗുമസ്തന്മാർ വേണം, ക്ലർക്ക് എന്താണ് ഉദ്യോഗസ്ഥന്മാരായിട്ടിരിക്കുന്നവർ വേണം, അധ്യാപകർ വേണം, എഞ്ചിനീയർമാർ വേണം, ഡോക്ടർമാർ വേണം, IAS വേണം. ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ്റെ മേഖല ഇങ്ങനെയുള്ള ആളുകളെ വേണം എന്നുള്ളതല്ലാതെ ആ നാട്ടിലെ ജനതയെ വിദ്യാഭ്യാസവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പണി ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് അതിനകത്ത്. ഇന്നിപ്പം നിങ്ങൾക്ക് ഇന്ന് പരീക്ഷയില്ലാത്ത ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാണ് പരീക്ഷിക്കുന്നത്? നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ വന്നവരാ. നിങ്ങളെ പരീക്ഷിച്ച എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്തയിൽ പോയിട്ട് മാങ്ങ മേടിക്കുന്ന പോലെയാണ് കുട്ടികളെ കാണുന്നത്. കൊള്ളാത്തതങ്ങ് കളയാ. ഇതാണ് അതിൻ്റെ സിദ്ധാന്തം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പം പരീക്ഷയ്ക്ക് ഇവിടുന്ന് ഈ വീഡ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് വന്ന് അവർക്ക് ആവശ്യമുള്ള കുറച്ച് മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ബ്രിട്ടീഷുകാർ ചെയ്യുമ്പോൾ ശരിയാ, കാരണം അവർക്ക് അതേ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുണ്ടാക്കിയ ഈ മോഡലാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇത് 1950 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്താണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പൗരനുണ്ടാകുന്നത്. അതുവരെ നമ്മൾ ഏതെങ്കിലും രാജാവിൻ്റെ പ്രജകളോ ബ്രിട്ടീഷുകാരുടെ കീഴിലെ അവരുടെ പ്രജകളെന്ന് പറയുന്നവരും പൗരന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രജയ്ക്ക് ലോയൽറ്റിയാണ്, കൂറ്. ആരോടാണ്? അത് നമ്മൾ വീട്ടിലെ ആൾക്കാർ ചോദിക്കത്തില്ലേ കുട്ടിയോട്, അച്ഛനോടാണോ അമ്മയോടാണോ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. ഈ ലോയൽറ്റി തിരക്കുന്ന സ്ഥലമാണ്. ഇതാണ് കൂറ്. അത് കഴിഞ്ഞാൽ അനുസരണയാണ് വേണ്ടത്. പറഞ്ഞാൽ അനുസരിക്കണം. ആ പറഞ്ഞാൽ അനുസരിക്കുന്നത് പഠിപ്പിച്ചതുപോലെ പെരുമാറണം. അതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ലോജിക്കൊന്നും വേണ്ട. ഇത് എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ടു ഡു ആൻഡ് ഡൈ, നോട്ട് ടു ആസ്ക് വൈ. പറയുന്നതനുസരിച്ച് മരിച്ചാലും എന്തിനെന്ന് ചോദിക്കാതെ അനുസരിക്കുന്നതാണ് പ്രജയുടെ ക്വാളിറ്റി. അപ്പം ഈ 3 ഗുണം ഉള്ള ആളുകളാണ് പ്രജകളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രജയെന്ന് പറയുന്നതിനെ വ്യത്യാസം. അതേ സമയത്ത് പൗരനെന്ന് പറയുന്നത് 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ് പൗരരാകുന്നത്. പൗരർക്ക് ആദ്യം തന്നെ വരുന്നത് അവകാശമാണ്, റൈറ്റ്സ് എന്ന് പറയുന്ന സാധനം. സ്ലേവ്സിന് റൈറ്റ് ഇല്ല.
ഇത്രയും നിങ്ങൾ അറിയണം. റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കടമകൾ വരും. ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ റൈറ്റും ഡ്യൂട്ടിയും ഒന്നിച്ചു വരും. അതിന് റെസ്പോൺസിബിലിറ്റി വേണം. ഇതെങ്ങനെ ചെയ്യണം? ചുറ്റുപാടുമുള്ള മറ്റു പൗരന്മാരുമായി ചേർന്ന് ചെയ്യണം. സഹകരണം ആവശ്യമാണ്. അല്ലാതെ പറഞ്ഞാലനുസരിക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കുന്നതല്ല. കൂടെ ഉള്ളവരെ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് പൗരം. അപ്പോൾ ഈ 4 ക്വാളിറ്റി വരണം പൗരർക്ക്. ഇത് ഇതുവരെ ഒരു ക്ലാസ് റൂമിലും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച ഒരു സ്കൂളിലും വായിച്ചിട്ടില്ല. വായിച്ച അധ്യാപകരില്ല. വായിച്ച ജഡ്ജിമാരും ഉണ്ടോ എന്ന് സംശയം. കാരണം അവിടെ അത് ഇത്രയും നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് പോട്ടെന്ന് വിചാരിക്കാം. പക്ഷെ 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. അപ്പോൾ റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷനും വന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഇവിടെയുള്ള വില്ലേജ് ഓഫീസിലിരിക്കുന്നതോ പോലീസ് സ്റ്റേഷനിലിരിക്കുന്നതോ അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്ന IASകാരോ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോ ഇവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്നലെ വന്നത് പ്രജയും ഇന്ന് വന്നത് പൗരനാണ്? വെറുതെ നോക്കുകയാണ്. ഏതെങ്കിലും ക്ലാസ് റൂമിലിരിക്കുന്ന അധ്യാപകർക്കറിയായിരുന്നോ ഇത് ഇന്ന് തൊട്ട് പൗരന്മാരാണ് നമ്മുടെ മുന്നേ ഇരിക്കുന്നത്, പ്രജകളല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നെ വെറുതെ ആലോചിച്ചാൽ ഒരാളും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പ്രജകളായിട്ട് തുടരുന്ന സ്ഥലത്താണ് ഈ വിദ്യാഭ്യാസം തുടരുന്നത്. ഇതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ യോഗ്യരാണോ എന്ന് കണ്ടെത്തുന്ന യുക്തിയാണ് പരീക്ഷയ്ക്കകത്ത് നടത്തുന്നത്. 22 തൊട്ട് 25 വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരാ. ആരെങ്കിലും വിളിച്ച് ജോലി തന്നാൽ മാത്രമേ നിങ്ങൾക്കറിയാം. അത് തന്നെ നിങ്ങളിപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുന്ന കോളേജിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഈ പണിയെങ്കിലും അറിയാം എന്ന് സ്വയം വിചാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരിക്കലും നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. 22 വയസ്സായാൽ നിങ്ങൾ ചെന്നെത്തുന്നത് തൊഴിലില്ലാ പട എന്ന് പറയുന്നിടത്താണ്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ അറിഞ്ഞൂടെ PSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്തുവെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടെ. ജോലി ഇല്ലാത്തവരുടെ ഒരു കൂട്ടം നമുക്ക് പ്രപഞ്ചത്തിൽ വേറെ എങ്ങും കാണത്തില്ല. ഇങ്ങനെ കാത്തിരിക്കുന്ന എന്നെങ്കിലും ആകാശത്തു നിന്ന്. കാരണം 22 വർഷം പഠിച്ച ആളിനെ അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം. ആരെങ്കിലും വിളിച്ച് ജോലി തരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാവൂ ചെയ്യാൻ. ഇനിയും ജോലിക്ക് എടുത്തെന്ന് വെച്ചോ, ഈ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ കാണിച്ച് ജോലിക്ക് എടുത്തെന്ന് വെച്ചോ, നിങ്ങൾക്ക് ആർക്കും ആ പണി ചെയ്യാൻ അറിഞ്ഞൂടാ. കാരണം അത് പഠിപ്പിച്ചിട്ടില്ല. കാണാതെ കുറച്ച് പഠിച്ച് ഞങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് എങ്ങനെയാണ്? വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അതല്ലേ പഠിക്കുന്നത്. വിഷയം ഒരു കാലത്തും പഠിച്ചിട്ടില്ല. അപ്പൊ വിഷയം പഠിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തവരാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, തെങ്ങ കയറാൻ അറിയാം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കയറിയാ വീണ് ചത്തു. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പിന്നെ 6 മാസം തെങ്ങ കയറാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത 6 മാസം തരുന്നത് പ്രൊബേഷൻ പീരീഡാണ്. ഇതിന് ശേഷമാണ് തെങ്ങയിൽ യഥാർത്ഥത്തിൽ കയറാൻ അറിയാവുന്നത്. പക്ഷെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർ, ഈ പുറത്തുണ്ടല്ലോ നമ്മളിപ്പോ ഇത് ശരിക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഈ അതായത് 10 അല്ലെങ്കിൽ 1 കോടി രൂപ ഫീസ് കൊടുക്കാൻ പറ്റാവുന്ന ഒരാളാണെങ്കിൽ അവർ എന്തായാലും അവരുടെ മക്കളെ പുറത്തു പോയിട്ടു. ഈ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ അവര് എന്തെങ്കിലും രീതിയിലേക്കുള്ള പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ച്വൽ ജോബിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് പോലെ അവർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 4 വർഷത്തെ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ 1-2 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിലാണ് ഈ ഒരു പ്രശ്നം ശരിക്കും. അല്ലെ, ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ മോഡലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം പാടില്ലാത്ത സ്കൂളും കോളേജും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് കടമകളുണ്ടെന്നും അത് നിങ്ങൾ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യണമെന്നും നിങ്ങളെ പഠിപ്പിച്ചേ പറ്റൂ. അതിനു പകരം അറിവ് പണ്ടേ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. അറിവ് പകർന്നു കൊടുത്താൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ധനമാണ്. ഇങ്ങനെയാണല്ലോ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഒളിച്ചു ചെയ്യേണ്ടി വരുന്നത്?
കൂടിയിരിക്കുന്നതിന് എന്തുകൊണ്ടാണ് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ? നിങ്ങൾ പറഞ്ഞാൽ മതി. അറിവ് ഷെയർ ചെയ്യണമെന്നാണല്ലോ നിങ്ങൾ പണ്ടേ എന്തുകൊണ്ടാണ് പറ്റാത്ത? എന്തുകൊണ്ട് അറിവ് ഷെയർ ചെയ്യാൻ പറ്റാതെ ആയിപ്പോന്നെ? അപ്പൊ കൂടുള്ള ആളിനെ അന്യനായി കണ്ട്, ശത്രുവായി കണ്ട്, അവന്റെ തോളെ ചവിട്ടി നിന്ന് മേളിൽ കയറിയണമെന്നല്ലേ പഠിപ്പിക്കുന്നേ? അല്ലാതെ എന്ത് ക്ലാസ് റൂമിനകത്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ തോപ്പിക്കണമെന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാധനവും നിങ്ങൾക്ക് വിരുദ്ധവും മറ്റുള്ളവർക്ക് വിരുദ്ധവുമാണ്. ആർക്കോ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിസ്റ്റത്തിനകത്താണുള്ളത്. അതുകൊണ്ടാണ് ഇയാൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നത്. അവരെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. സാർ, ഇതിന്ന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാർ നമുക്ക് പ്രാക്ടിക്കലി ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടില് നമ്മൾ വിദ്യാഭ്യാസം ആരംഭിക്കണം. ശരിക്കും പ്രാക്ടിക്കലി മാറ്റം അല്ല, വിദ്യാഭ്യാസം ആരംഭിക്കണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരാളിലുള്ള സാധ്യത എന്താണ്, അയാളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം. എന്നാൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം ആരംഭിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾ സ്കൂളിലേക്ക് ഒരാളെ വിടുന്നത് അവർക്ക് എന്ത് കഴിവുണ്ട് അതെങ്ങനെ മിനുക്കി വൃത്തിയാക്കി കൂടുതൽ കഴിവുള്ളവരാക്കി മാറ്റുന്നതിനാണ് ക്ലാസ് റൂം. ഞാൻ സ്കൂളെന്ന് പറയുന്നത് അല്ലാതെ വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവരെ ഒരുക്കുന്നതല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതുകൊണ്ടാണ് നമുക്ക് ജോലിക്കാരെ കിട്ടും, കൂലിക്കാരെ കിട്ടും, ഗുമസ്തന്മാരെ കിട്ടും, ഉദ്യോഗസ്ഥരെ കിട്ടും. പക്ഷെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സാധനം നടക്കത്തില്ല. കാരണം തന്നെത്താൻ എന്തെങ്കിലും ചെയ്യുന്ന തെറ്റാണെന്ന് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല, അത് തന്നെത്താൻ ചെയ്യുന്ന റിസ്ക് എന്നുള്ളതല്ല, നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റാതാക്കും. അതിന് റിസ്ക് പറയുന്നതേ ഉള്ളു. ഇരുട്ടത്തിറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് പാമ്പ് കടിക്കും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കള്ളം പിടിക്കുമോ എന്നുള്ളത് കൊണ്ടൊന്നും അല്ല. നിങ്ങൾ തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നവരായിട്ട് മാറിപ്പോകുന്ന അറിയുന്നതുകൊണ്ട് തന്നെയാണ്. സ്വതന്ത്രമായി തന്നെത്താൻ തീരുമാനം എടുക്കുന്നത് കൊണ്ട് മാത്രമാണത്. ആ സ്വാതന്ത്ര്യമുള്ള വ്യക്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻഷുർ ചെയ്യുന്ന സാധനമാണ് ഈ മോണിറ്ററിങ് മുഴുവനും. നിങ്ങൾ CCTV ക്യാമറ വെച്ചും ഈ സകല സാധനം ചെയ്യുന്നത് വ്യക്തിഗതമായി ഉത്തരവാദിത്വം എടുത്ത് നിങ്ങൾ ജീവിക്കത്തില്ല എന്നും നിങ്ങളെ വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി രൂപപ്പെടുത്തുന്നതാണെന്നുള്ളതിന് അടിസ്ഥാന സാധനമാണ്. സെക്യൂരിറ്റി അല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ ജയിലിനകത്താണ്. അതാണ് വേറെ തരത്തിൽ വഴിതെറ്റിപ്പോവുക, അങ്ങനെയല്ലേ പറയുന്നത്, വഴിതെറ്റിപ്പോവുക. തന്നെത്താൻ തീരുമാനം എടുക്കാൻ കഴിവുള്ളവർ വഴിതെറ്റിപ്പോവുക. അഹങ്കാരി, അഹം ഉള്ള ആള് ആയിട്ട് മാറി. തൻ്റെടി എന്ന് ഞാൻ സ്വന്തം ഇടമുള്ള ആള്, താൻ തോന്നി, സ്വന്തമായി തോന്നി പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം മോശപ്പെട്ട വാക്കുകളാണ്. ഇതാണ് ജനാധിപത്യത്തിനകത്തെ പൗരന്റെ സാധനങ്ങളാണ് ഇത് മുഴുവൻ. ഈ മേഖല ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് അറിവിന്റെ അതിരിൽ ചെന്ന് നിന്ന് പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അത് എന്താണ്, ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മൾ പണം റിസ്ക് എടുക്കുന്നതെന്നുള്ള ഒന്നും അല്ല. ഇതുവരെ ചെയ്തിരുന്ന വഴികളിൽ നിന്ന് പുതിയ വഴികൾ കണ്ടെത്തുന്ന സ്ഥലമാണ് അത്. റിസ്ക് ആണെന്നുള്ള യുക്തിയൊന്നും പറഞ്ഞുകൂടാ, പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. പുതിയ കാര്യങ്ങൾ ചെയ്യാകുമ്പോൾ സഹകരണമാണ് വേണ്ടത്, സപ്പോർട്ട് സിസ്റ്റമാണ് ഉണ്ടാകേണ്ടത്. ഒരു മരത്തിൽ ഒരാൾ കയറുമ്പോൾ കയറരുത്, ഇറങ്ങി ഇവിടെ നിൽക്കുമെന്ന് പഠിപ്പിക്കാനല്ല, കയറുന്നതിൻ്റെ പുറകിൽ പോയി അവിടെ നിന്നുകൊണ്ട് അവർ വീഴാതെ നോക്കുക എന്നുള്ളതാണ്. വീഴുമ്പോൾ പിടിക്കാൻ നിൽക്കാനാണ് ആൾക്കാർ വേണ്ടത്, അല്ലാതെ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ മരത്തെ കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കേട്ടാതിരിക്കുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇവിടുത്തെ ബീച്ചിലല്ല, ബീച്ചിലടിക്കാൻ ഒരാളിരിപ്പുണ്ട്. കടലിൽ ഇറങ്ങാതിരിക്കാനാണ്. കടലിൽ നീന്തുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കോന്തനെ അവിടെ വെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരുടെ പണി കുറയ്ക്കാൻ വേണ്ടി ആരും കടലിൽ ഇറങ്ങണ്ട. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. രാത്രി ആയാല് തട്ടുകടയിൽ നിന്ന് തിന്നുകൂടാ. എന്തുകൊണ്ടാ? കള്ളന്മാരവിടെ നിൽക്കുന്നതാണ്. അവർക്ക് വേണ്ടി പോലീസിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ പോലീസുകാർ പണി കുറയ്ക്കാൻ വേണ്ടി തട്ടുകട നടത്തണ്ടാന്ന്. രാത്രി മുഴുവൻ ലൈറ്റ് ഇടും. ഞാൻ പറയുന്നത് ഈ അത് പറയുമ്പം പിന്നെന്തിനാണ് പോലീസുകാരനെ? നമ്മൾ വീട്ടിൽ ഇരുന്നാ പോലെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടരുത്. നമ്മൾ റോഡിൽ നടക്കുമ്പം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസുകാരുടെ പണി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിലിരിക്കണം. എന്നിട്ടോ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ആർക്ക് കാണാനാ?
നിങ്ങൾ വെറുതെ ആലോചിക്കുക, രാത്രി ലൈറ്റിലിരിക്കുന്ന എന്തിനാണ്? ഇത് അണയ്ക്കരുത്. വൈകുന്നേരം 6 മണി ഈ ലൈറ്റെല്ലാം കൂടെ കളയേണ്ട കാര്യമുണ്ടോ? നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ സാധനവും ഇത്തരത്തിലുള്ള യുക്തികൾ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ സാധനവും നിങ്ങളുടെ എബിലിറ്റി ഇല്ലാതാക്കുന്ന സാധനമാണ്. നിങ്ങൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് ഓടിക്കേണ്ടത് എവിടെയാണെന്നും അതിന് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണെന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വണ്ടി ഓടിക്കാതിരിക്കാനായിട്ട് വീട്ടിൽ പൂട്ടി വെച്ചാൽ മതി എന്നാണ് ഇവന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന സാധനം, ഇന്ന് നമ്മൾ പറയുന്ന ഈ സംരക്ഷകരെന്ന് പറയുന്നവർ മുഴുവനും നമ്മുടെ കഴിവില്ലാതാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് വെജിറ്റബിൾ ആയിട്ട് മാറും. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഉരുളക്കിഴങ്ങാണ്. ഇപ്പം എനിക്ക് 4 എണ്ണം ഉരുളക്കിഴങ്ങിനെ പോലെ ഞാൻ കാണുന്നത്. അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. കറക്റ്റ്, നല്ല അനുസരണയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഗുണമുള്ള ആളിനെ പറ്റി പറയുന്നത്. കുട്ടികൾ എപ്പോഴെങ്കിലും അനങ്ങാതിരിക്കുവോ? അവർ തുള്ളിക്കൊണ്ടിരിക്കത്തില്ല, ചാടിക്കൊണ്ടിരിക്കത്തില്ല, ചുറ്റുപാടൊന്നും കാണത്തില്ലേ? ഈ കഴിവില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ക്ലാസ് റൂം മുഴുവൻ. അടക്കിയിരുത്താനാണ് പഠിപ്പിക്കുന്നത്. മണി അടിക്കുമ്പോൾ കയറാനും മണി അടിക്കുമ്പോൾ ഇറങ്ങാനും ഇതിനാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിക്കുന്നത്. അനുസരണ പഠിപ്പിക്കുന്ന ഭീകര പ്രസ്ഥാനമാണ് വീട്, ഈ സ്കൂള്, നമ്മളീ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇയാൾ പറയുന്ന റിസർച്ചേഴ്സ് ഉണ്ട്. എവിടെ നിന്നുണ്ടാകുന്ന ഇയാൾ പറയുന്നത് അസാധ്യമായ തലം. ഇവിടുന്ന് പുറത്ത് പോകുമ്പം ആദ്യം അനുഭവിക്കുന്നതാണ് ഈ ആൾക്കാർ അവിടെയൊക്കെ ചെന്നിട്ട്. കാരണം ഇവർ ഉത്തരവാദിത്തത്തോടെ തന്നെത്താൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇരുത്തുന്നത്. അപ്പൊ സാറ് പറയണം എന്തോ ചെയ്യണമെന്ന്. ഇങ്ങനെ ആയിരിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ആദ്യം അനുഭവിക്കുന്ന ആദ്യത്തെ 1-2 വർഷം കംപ്ലീറ്റ് ഡിസാസ്റ്റർ. കാരണം അവിടുത്തെ സ്റ്റുഡൻസ് ഓരോന്നും ചെയ്ത് അവരങ്ങ് പോകും. ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാ. കാരണം പറഞ്ഞനുസരിക്കുന്നത് മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഗുണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന റിസർച്ച് ഫങ്ഷൻ ചെയ്യത്തില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്.